CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വൻ റെയ്ഡ്. കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും പിണറായി വിജയന്റെ വീടുകളിലും കോഴിക്കോട്ടെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലുമാണ് ഒരേ സമയം പരിശോധന നടന്നത്. കേസിൽ ED അന്വേഷണം തടയണമെന്ന CMRLന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ നിർണായക നീക്കം. ED നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ CPM പ്രവർത്തകർ തെരുവിലിറങ്ങി. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ED ഓഫീസുകളിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ED ഉപയോഗിച്ച് റെയ്ഡ് നടത്തുന്നതെന്ന് CPM നേതൃത്വം ആരോപിച്ചു. BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിയാലോചന നടന്നത്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ആണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഡിസൈനാണ് നരേന്ദ്രമോദിയും കൂട്ടരും തയ്യാറാക്കിയിട്ടുള്ളത്. BJPക്ക് വേണ്ടി, RSSന് വേണ്ടി എല്ലാ ഘട്ടത്തിലും ഒത്താശ ചെയ്യുന്ന നേതാവാണ് VD സതീശനെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. പിണറായി വിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ റിയാസിന്റെ വീട് റെയ്ഡ് ചെയ്യേണ്ട കാര്യമെന്താ? റിയാസും റിയാസിന്റെ പാർട്ടിയും RSSനെയും BJPയെയും അവസാനത്തെ ശ്വാസം വരെ അതിശക്തമായി നിശിതമായും എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് CPMനെയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സഖാവ് പിണറായി വിജയനെയും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പാർട്ടിക്കെതിരായി